ബോധശാസ്ത്രത്തിൻ്റെ ശ്രോതാക്കൾക്ക് എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ ഒരു വ്യത്യസ്ത വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ബോധശാസ്ത്രമായിട്ട് ബന്ധമുള്ളതാണെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. ഇതൊരു റിക്വസ്റ്റാണ്, ഒരു അപേക്ഷയാണ്. ലോകത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ചെറുപ്പക്കാരായ ബുദ്ധിയുള്ള, കഴിവുള്ള, സാങ്കേതികമായി പഠിക്കുന്ന ചെറുപ്പക്കാരോടാണ് എനിക്കിത് പറയാനുള്ളത്. എഞ്ചിനീയറിംഗ് കോളേജിലും IIT-യിലുമൊക്കെ പഠിക്കുന്ന മിടുക്കന്മാരായ ചെറുപ്പക്കാർ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ബോധശാസ്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം അല്ലെങ്കിൽ ബോധശാസ്ത്രം കണ്ടുപിടിക്കപ്പെട്ടതും അല്ലെങ്കിൽ അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതും ഒക്കെ ഒരേ ഒരു ഉദ്ദേശം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതായത് മനുഷ്യൻ്റെ വേദനയെ പരിഹരിക്കുക അഥവാ ശാരീരിക വേദനയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ബോധശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഈ വേദനയിൽ നിന്നും എന്നേക്കുമായി പുറത്തു കിടക്കാനുള്ള മാർഗങ്ങളാണ്. അതാണ് ബുദ്ധൻ്റെ നിർവ്വാണയായിട്ട് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഈ ജാഗ്രതയിൽ സന്തോഷത്തിലും സമാധാനത്തിലും സുഖത്തിലും ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. നമുക്കറിയാം, ലോകത്തിലുള്ള ഭൂരിഭാഗം പേരും അത്തരത്തിൽപ്പെട്ടവരാണ്. അതായത് എല്ലാവരും ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ജീവനിൽ നിന്നും എന്നേക്കുമായി മുക്തി നേടണമെന്നൊന്നും നിർബന്ധമില്ല. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ മുഖവുരയില്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ ഇതെല്ലാം എങ്ങനെ വരുന്നു, എന്തുകൊണ്ട് വരുന്നു എന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിനൊരു വിഷമം വന്നാൽ നമ്മൾ പറയും, മാനസികമായി ഞാൻ വേദനിക്കുന്നു. ശരീരത്തിൽ ഒരു വേദന വന്നാൽ, ഒരു രോഗം കൊണ്ടോ ഒരു അപകടം കൊണ്ടോ ഒക്കെ ഒരു വേദന വന്നാൽ നമ്മൾ പറയും ശാരീരിക വേദന അനുഭവിക്കുന്നു എന്ന് പറയും. നമ്മൾ പൊതുവെ ദുഃഖത്തെയും വേദനയെയും ഡിപ്രഷനെയും ഒക്കെ വലിയ വ്യത്യാസമില്ലാതെ ഒരുപോലെ കാണുന്നവരാണ്. നമുക്കത് തിരിച്ച് അറിയാനുള്ള ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ അവബോധമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും അതിനെയൊക്കെ നമ്മൾ വേദനകൾ, ദുഃഖമെന്നൊക്കെയാണ് നമ്മൾ പറയാറ്. പിന്നെ ആദ്യം തന്നെ നമ്മൾ അത് വ്യക്തമായി വേർതിരിക്കണം, മനസ്സിലാക്കണം. അതായത് മനുഷ്യന് പ്രൈമറി ആയിട്ട്, പ്രധാനമായിട്ട് 4 അനുഭവങ്ങളാണുള്ളത്. ഈ 4 അനുഭവങ്ങളിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. എന്താണ് ഈ 4 അനുഭവങ്ങൾ? അതായത് ശരീരത്തിൻ്റെ വേദന ഒന്ന്, അതിൻ്റെ ഓപ്പോസിറ്റായ ശരീരത്തിൻ്റെ സുഖം, അതായത് ലൈംഗിക സുഖമെല്ലാം അതിൽപ്പെടും. സുഖം, ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. സന്തോഷം, അത് മാനസികമാണ്, അത് ശാരീരികമല്ല. നമ്മളൊരാഗ്രഹം നേടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം, സന്തോഷം, അതിനെയാണ് നമ്മളതിനെ സുഖമെന്ന് വിളിക്കാൻ പാടില്ല. തെറ്റാണ്. സുഖമെന്ന് വിളിക്കാറുമില്ല ആരും. അപ്പോൾ മാനസിക സന്തോഷമാണ് മൂന്നാമത്തെ അനുഭവം. നാലാമത്തെ അനുഭവം ഈ മാനസിക സന്തോഷത്തിൻ്റെ നേരെ എതിർഭാഗമായ മാനസിക ഡിപ്രഷൻ അഥവാ മാനസിക ദുഃഖം എന്ന് നമുക്കതിനെ വിളിക്കാം. ഇങ്ങനെ 4 അനുഭവങ്ങളാണ് നമുക്കുള്ളത്.
ഈ 4 അനുഭവങ്ങളിൽ നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും സുഖത്തെയും സന്തോഷത്തെയും സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾക്ക് സുഖവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാവണം. സുഖവും സന്തോഷവും ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്കത് വേണം. ശരീരത്തിന് വേദനകൾ വരാൻ പാടില്ല. മനസ്സിന് ഒട്ടും ദുഃഖം തീരെ വരാൻ പാടില്ല. അതാണ് നമ്മളുടെ എല്ലാവരുടെയും മനോഭാവം. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മാനസിക ദുഃഖത്തെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്നത് ദുഃഖത്തെയാണ്. ശാരീരിക വേദന അത്രയും വരില്ല. അത് മരുന്ന് കഴിച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ പരിഹരിക്കാമെന്ന ഒരു ധാരണ പൊതുവെ എല്ലാവരിലും ഉണ്ട്. എന്നാൽ മാനസിക ദുഃഖത്തിന് അങ്ങനെ മരുന്ന് കഴിച്ച് പരിഹരിക്കുക അത്ര എളുപ്പമല്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഡിപ്രഷൻ്റെ ഭീകരമായ അസ്വസ്ഥതയിലൂടെ മനുഷ്യർ ഒരുപാട് ആളുകൾ കടന്നു പോകുന്നുണ്ട്. അവർ വളരെയധികം ദുഃഖിക്കുന്നുമുണ്ട്. അപ്പോൾ സുഖത്തെയും സന്തോഷത്തെയും വേണം, വേദനയെയും ദുഃഖത്തെയും നമുക്ക് വേണ്ട. ഈ ദുഃഖമാണ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വില്ലൻ. ഇതിനെയാണ് നമുക്ക് പലപ്പോഴും കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോകുന്നത്. സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളൊക്കെ നമ്മളെ സഹായിക്കാറുണ്ട്. പക്ഷേ അവർക്കെല്ലാം പരിമിതികളുണ്ട്. വളരെ ചെറിയ രീതിയിൽ അവർക്കതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ. കാരണം അവരുപയോഗിക്കുന്നത് ചില രാസവസ്തുക്കളാണ് ഇതിന് പരിഹാരമായിട്ട് കാണുന്നത്. രാസവസ്തുക്കളുടെ കുറവ് കൊണ്ടല്ല നമുക്ക് ഡിപ്രഷൻ വരുന്നത്. ആഗ്രഹങ്ങളുടെ വർധനവും ആഗ്രഹങ്ങളുടെ തീവ്രതയും കൊണ്ടാണ് നമുക്ക് ഡിപ്രഷൻ വരുന്നത്. ആഗ്രഹങ്ങളുടെ വർധനവും തീവ്രതയും കൊണ്ട് വരുന്ന ഡിപ്രഷൻ ഒരു മരുന്ന് കൊണ്ട് എങ്ങനെ മാറ്റാൻ പറ്റും? നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മരുന്നുകളെന്ന് പറയുന്നത് താൽക്കാലിക ശമനമാണ്. അയാൾ ഡിപ്രഷൻ കൊണ്ട് വയലൻ്റ് ആവാതെ അയാൾ ശാന്തമായി ഉറങ്ങാനായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ്. പിന്നെ നാഡീകോശങ്ങളെല്ലാം കുറേ ഉത്തേജിപ്പിക്കാനുള്ള മരുന്നുകളും കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വലിയൊരു അറിവില്ലായ്മയാണ്, മനുഷ്യരാശിയുടെ വലിയൊരു അറിവില്ലായ്മയാണിത്. അതായത് മാനസിക ദുഃഖമാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നത് വളരെ വലിയൊരു കള്ളമാണ്, വളരെ വലിയൊരു നുണയാണത്. കാരണം മാനസിക ദുഃഖം എന്ന് പറയുന്നത്, അഥവാ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ സത്യത്തിൽ ഇല്ലാത്തതാണ്. നമ്മൾ സങ്കല്പിച്ച് ഉണ്ടാക്കുന്നതാണത്. അതായത് ഞാനൊരു ആഗ്രഹം ആദ്യം സങ്കല്പിച്ചുണ്ടാക്കും. ഈ ആഗ്രഹം നേടി എനിക്ക് ലഭിച്ചാൽ, എങ്ങനെയെങ്കിലും ലഭിച്ചാൽ എനിക്ക് സന്തോഷം, ലഭിച്ചില്ലെങ്കിൽ ഡിപ്രഷൻ, ദുഃഖം. ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും അവസ്ഥ. എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളുടെ സങ്കല്പങ്ങളാണ് നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നത് വ്യക്തമാണ്. നമ്മളൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു, ആ പെൺകുട്ടി നമ്മളെ വഞ്ചിച്ചാൽ ഉടനെ നമുക്ക് ഡിപ്രഷനായി. അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് കുറച്ച് പണം കടം കൊടുക്കുന്നു, അയാൾ ആ പണം തിരിച്ചു തന്നില്ലെങ്കിൽ നമുക്ക് ഡിപ്രഷനായി. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളുടെ സങ്കല്പങ്ങൾ, പ്രതീക്ഷകൾ, ഇതെല്ലാം നടക്കാതെ പോകുമ്പോഴാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത്. അപ്പോൾ ദുഃഖത്തിൽ നിന്നും പുറത്തു കിടക്കാൻ, അഥവാ ഡിപ്രഷനിൽ നിന്നും പുറത്തു കിടക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. എന്താണ്? ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ മതി. അപ്പോൾ ഉടനെ ആളുകൾ ചോദിക്കും, ആഗ്രഹങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കും? എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആഗ്രഹങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കും? ആഗ്രഹങ്ങൾ ഇല്ലാതാക്കണമെന്നല്ല പറഞ്ഞത്, മറിച്ച് നമുക്കെല്ലാവർക്കും ജീവിതത്തിൻ്റെ അഥവാ ജീവൻ്റെ അടിസ്ഥാന ആഗ്രഹങ്ങളിൽ ജീവിക്കാം. അതായത് നമ്മുടെ ശരീരം ആരോഗ്യകരമായി നിലനിൽക്കണം, അതിന് ആഹാരം വേണം, അതിന് വെള്ളം വേണം, ശുദ്ധവായു വേണം, ഒരുവിധം ഒപ്റ്റിമം ടെമ്പറേച്ചർ വേണം. ഇത്രയും ഉണ്ടെങ്കിൽ പിന്നെ പാർപ്പിടം വേണം. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായും സന്തോഷമായും ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കാം. ഇതിനെയാണ് ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്, അഥവാ അടിസ്ഥാന ആഗ്രഹങ്ങൾ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ ചുരുക്കി നമ്മൾ അടിസ്ഥാന ആഗ്രഹങ്ങളിൽ കൊണ്ടുവന്നാൽ നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കാം. ഇത് നമുക്ക് കാണാം, എത്ര കിട്ടിയാലും പോരാ, എന്ത് കിട്ടിയാലും പോരാ, കിട്ടുന്തോറും കൂടുതൽ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു മനസ്സിന് എങ്ങനെ സമാധാനവും സന്തോഷവും ഉണ്ടാകും? അതിന് ഡിപ്രഷൻ അല്ലാണ്ട് വേറെ എന്താ ഉണ്ടാകേണ്ടത്? അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വാർത്ഥ ചിന്താഗതികൾ എത്ര കിട്ടിയാലും പോരാ എന്നാണ്, എന്ത് കിട്ടിയാലും പോരാ എന്നുള്ളതാണ്.
നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ കടലിലെ തിരമാല പോലെ അത് ഒരിക്കലും നിലക്കാത്തതാണ്. ഇതാണ് നമ്മുടെ മാനസിക ദുഃഖത്തിൻ്റെ കാരണം. ഇത് നമുക്ക് പുഷ്പം പോലെ വളരെ നിസ്സാരമായി ഇല്ലാതാക്കാവുന്ന ഒരു സംഗതിയാണ്. ഏത് ഡിപ്രഷൻ നമുക്ക് ഇല്ലാതാക്കാം. ആ ഡിപ്രഷന് കാരണമായ ആഗ്രഹങ്ങൾ അങ്ങ് പിൻവലിച്ചാൽ മതി. എനിക്കത് വേണ്ട, എനിക്കതിൻ്റെ ആവശ്യമില്ല, അതിനേക്കാൾ വലിയ പ്രശ്നം ഇവിടെ ഭൂമിയിലുണ്ട്, അല്ലെ എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അങ്ങനൊരു മനസ്സിലാക്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല, ഉണ്ടായിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. സത്യത്തിൽ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഉള്ള മനുഷ്യൻ്റെ പ്രശ്നം? ഒരു പ്രശ്നം നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട്, സാമാന്യ ബുദ്ധി കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അതൊരു പ്രശ്നമല്ല, നമുക്കത് പരിഹരിക്കാമല്ലോ. എന്നാൽ നമുക്ക് പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ജീവനിലുണ്ട്. അതെന്താണത്? അതാണ് ശാരീരികമായ വേദന. 6 വേദനകളെ പരിഹരിച്ചാണ് നമ്മളൊരു ദിവസം മുൻപിലേക്ക് കൊണ്ടുപോകുന്നത്. എന്താണ് 6 വേദനകൾ? നിലനിൽപ്പിൻ്റെ 4 വേദനകൾ. അതിൽ ഒന്നാമത്തത് ശുദ്ധവായു, രണ്ടാമത്തത് വെള്ളം, മൂന്നാമത്തത് ആഹാരം, നാലാമത്തത് ഒരു ജീവിതത്തിന് ആവശ്യമായ അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായ കൃത്യമായ ഊഷ്മാവ്. ഇത് 4ഉം ഇല്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല. ഇത് 4ഉം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം വേദനിക്കും. ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ നമ്മുടെ ശരീരം വേദനിക്കും. അതുകൊണ്ട് നമ്മൾ ഇത് 4ഉം നമ്മളുടെ കഴിവിൻ്റെ പരമാവധിയിൽ നമ്മളിത് പരിഹരിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത്. എല്ലായിടത്തും, ഈ ഭൂമിയിൽ എല്ലായിടത്തും ആളുകൾ ജീവിക്കുന്നത് ഈ 4 ഈ വേദനകളെ പരിഹരിച്ച് തന്നെയാണ് ഡെയിലി ജീവിക്കുന്നത്. ഇനി ഇത് കൂടാതെ ബാക്കി 2 വേദനകളുണ്ട്. ഒന്ന്, അതിൽ 5-മത്തത് പിന്നെ അപകടം മൂലമുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിന് ഏൽക്കുന്ന വേദനകൾ. 6 രോഗങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാതെ, നമ്മൾ വിചാരിക്കാതെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന, വൈറസ് കൊണ്ടോ ബാക്ടീരിയ കൊണ്ടോ ഒക്കെ ബാധിക്കുന്ന രോഗങ്ങൾ, അതുണ്ടാക്കുന്ന വേദന. ഇങ്ങനെ 6 വേദനകൾ. അതിൽ അവസാനത്തെ 2 വേദനകളെ പരിഹരിക്കാൻ നമ്മൾ ആശുപത്രികളും പാലിയേറ്റീവ് കെയറുകളൊക്കെ നമ്മൾ ആശ്രയിക്കുന്നു. അങ്ങനെ നമ്മൾ ആ വേദനയെ ഒരുവിധം പരിഹരിച്ചുകൊണ്ട് നമ്മൾ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈ 6 വേദനകളെ നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാം? നമുക്കറിയാം, ആദ്യത്തെ നിലനിൽപ്പിൻ്റെ 4 വേദനകൾ പരിഹരിക്കാൻ തക്കവണ്ണം ബുദ്ധി നമുക്കുണ്ട്. ആഹാരം ഉണ്ടാക്കാനും ശുദ്ധവായു ശ്വസിക്കാനും ഒക്കെ നമുക്ക് സൗകര്യങ്ങളുണ്ട്. പ്രകൃതി അത് ഇഷ്ടം പോലെ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ആഗ്രഹങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ല ഇപ്പോൾ. ഒരു കാലത്ത് അതുണ്ടായിരുന്നു. ഇപ്പോൾ മനുഷ്യൻ ശാസ്ത്രം പുരോഗമിച്ചതോടുകൂടി, ഒരുപാട് ടെക്നോളജികൾ കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി നമ്മുടെ ആഹാരവും നമ്മുടെ പിന്നെ നിലനിൽപ്പിൻ്റെ മറ്റ് ആവശ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അത് നമുക്ക് സാധിച്ച് കിട്ടുന്നു. എന്നാൽ രോഗങ്ങൾ കൊണ്ടുള്ള വേദനകൾ നമ്മുടെ നിയന്ത്രണത്തിന് ഉള്ളിലല്ല. ഈ വേദനയെ വിറ്റ് കാശാക്കാനായിട്ട് ഒരു കൂട്ടം മനുഷ്യർ ഈ ലോകത്തെ മുഴുവനും ചൂഷണം ചെയ്യുന്നു. മൾട്ടിനാഷണൽ കമ്പനികളെന്നൊക്കെ അറിയപ്പെടുന്ന, മരുന്ന് കമ്പനികളെന്നറിയപ്പെടുന്ന ഒരുപാട് കമ്പനികളുടെ ഉടമസ്ഥന്മാർ, അവർ നിസ്സാരമായ രാസവസ്തുക്കൾ, ശരീരം സ്വീകരിക്കാത്ത രാസവസ്തുക്കൾ ഉപയോഗിച്ച് അതായത് അത് ഉണ്ടാക്കുന്നവന് പോലും അത് ആപത്താണ്. ശരീരം സ്വീകരിക്കാത്ത രാസവസ്തുക്കളാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാരസെറ്റമോൾ എത്രത്തോളം വിഷമുള്ളൊരു സാധനമാണെന്ന് അറിയാത്തവരാരും ഈ ഭൂമിയിലില്ല. പക്ഷേ ഒരു പനി വന്നാൽ നമ്മൾ പാരസെറ്റമോൾ മേടിച്ച് കഴിച്ചിരിക്കും. അത് വളരെ അപകടം പിടിച്ച ഒരു രാസവസ്തുവാണെന്ന് അത് കണ്ടുപിടിച്ചവർ തന്നെ പറയുന്നു. അങ്ങനെ എത്രയോ മരുന്നുകൾ, ആയിരക്കണക്കിന് മരുന്നുകൾ നിരോധിച്ച ചരിത്രമുണ്ട് ലോകത്ത്. അപ്പോൾ ഈ മരുന്നുകളെല്ലാം കഴിച്ചവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരെല്ലാം പലവിധ രോഗങ്ങൾ കൊണ്ടും പലവിധ വേദനകൾ കൊണ്ടും നരകിച്ചായിരിക്കും അവർ മരിച്ചിരിക്കുന്നതെന്ന് ഉറപ്പല്ലേ? പക്ഷേ നമ്മൾ എത്ര ലാഘവത്തോടെയാണ് ഇങ്ങനെ ഈ 2 വേദനകളെ, അപകടവും രോഗങ്ങളും, അതിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വന്നാൽ തീർന്നു.
ഒരു മരുന്നിനും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മോർഫിന് പോലും അതിൻ്റെ വേദനയെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ക്യാൻസർ പോലുള്ള രോഗത്തിൻ്റെയൊക്കെ പ്രത്യേകത. അപ്പോൾ ഈ വേദനകളെ ഈ വേദനകൾ, ഈ 6 വേദനകളാണ് സത്യത്തിൽ നമ്മുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഏറ്റവും യാഥാർത്ഥ്യം കൂടിയ അനുഭവം. ഇത് മനസ്സിലാക്കാൻ മനുഷ്യൻ ഒരുപാട് വൈകിയിരിക്കുന്നു. മനുഷ്യർ തീരെ അത് മനസ്സിലാക്കുന്നില്ല. എല്ലാവരും മാനസിക ദുഃഖത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ആരും തൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കുന്നില്ല. തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചോ അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചോ ആരും ശ്രദ്ധിക്കുന്നില്ല. ഉദാഹരണത്തിന് നമുക്ക് പണം ലഭിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും വെള്ളമോ ആഹാരമോ നൽകാൻ പോലും നമ്മൾ കൂട്ടാക്കില്ല. എന്ന് പറഞ്ഞാൽ പട്ടിണി ഇരുന്ന് അല്ലെ വെള്ളം കുടിക്കാതെ നമ്മൾ ഈ പണം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടി നടക്കും. അപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നത് ശരീരമാണ്. പിന്നെ ശരീരം ഒരു ബോധ സംവിധാനമായതുകൊണ്ട്, ഒരു സെൽഫ് മെക്കാനിസം അതിനകത്തുള്ളത് കൊണ്ട് ശരീരം ആ വിശപ്പിനെയൊക്കെ പല രീതിയിൽ മാനേജ് ചെയ്യും. പല രീതിയിൽ പ്രോഗ്രാമുകളെ മാറ്റി അത് തൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റും. ഭക്ഷണം കൊടുത്തില്ലെങ്കിലും ഭക്ഷണം അത് ശരീരത്തിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ വേദന ഇല്ലാതാക്കാൻ ശ്രമിക്കും. അങ്ങനെ ശരീരം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് വേണ്ടി അത് നിലനിൽക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സതല്ല. നമ്മുടെ മനസ്സൊരു പൈശാചിക ശക്തിയാണ്. അത് ശരീരത്തെ പീഡിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ തരത്തിലും. നിങ്ങളെങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ ഒരു ദിവസത്തെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ സൂക്ഷ്മമായിട്ടൊന്ന് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശരീരത്തെ എത്രത്തോളം ഒരു ദിവസം പീഡിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഈ മനുഷ്യർക്കുണ്ടാകുന്ന രോഗങ്ങളുടെ 99% രോഗങ്ങളും മനുഷ്യൻ്റെ വികാരങ്ങളിൽ നിന്നുണ്ടാകുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വികാരങ്ങളാണ് ഈ രോഗങ്ങൾക്കെല്ലാം കാരണം. ഭാരതീയ ദർശനങ്ങളിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ആയുർവേദത്തിൽ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മനുഷ്യൻ്റെ വികാരങ്ങൾ അവനിൽ ഒരുപാട് രോഗങ്ങൾ സൃഷ്ടിക്കുമെന്ന്. അപ്പോൾ വികാരമാണ്, ഈ വികാരം എന്ന് പറയുന്നത് എന്താണ്? ആഗ്രഹങ്ങളിൽ നിന്നാണ് വികാരം വരുന്നത്, അല്ലെങ്കിൽ വികാരങ്ങളിൽ നിന്നാണ് ആഗ്രഹങ്ങൾ വരുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിയോടുള്ള വാത്സല്യം കൊണ്ട് അതിനൊരു ഉടുപ്പ് വാങ്ങാനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ആവശ്യം നമ്മൾ കാണാനോ നമ്മൾ പലപ്പോഴും ശരീരത്തെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ പണമുണ്ടാക്കാൻ, അതായത് വളരെ നല്ല രീതിയിൽ ജീവിക്കണം, സുഖമായും സന്തോഷമായും ജീവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും പണത്തിൻ്റെ പിന്നാലെ ഓടുന്നു. പക്ഷെ പണം വന്നു കഴിയുമ്പോൾ അവർ സ്വയം മറക്കുന്നു. എന്തിനാണ് ഞാൻ ഈ പണം ഉണ്ടാക്കിയതെന്ന്? ശരീരത്തെ സുഖകരമായി നിലനിർത്താനും ജീവിക്കാനുമാണ് ആ പണം ഉണ്ടാക്കിയത്. പക്ഷേ പണം വന്നുകൊണ്ടിരുന്നാൽ ഇത് മറന്നുപോകും. ശരീരത്തെ വീണ്ടും 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 നമ്മൾ എത്ര പണം കിട്ടിയാലും നമ്മൾ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ കോടീശ്വരന്മാരിലും പണക്കാരിലും സാധാരണക്കാരിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിവിടെ ശരീരത്തിൻ്റെ വേദനയുടെ പ്രാധാന്യമാണ്, അതിൻ്റെ റിയാലിറ്റി. നമ്മുടെ ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മൾ എത്ര ലക്ഷം രൂപ ഉണ്ടാക്കിയാലും സമ്പാദിച്ചാലും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് അടുത്ത തലമുറ ദൂർത്തടിക്കുമെന്നല്ലാതെ നമ്മുടെ ജീവിതത്തിന് അതൊന്നും കൂട്ടിച്ചേർക്കില്ല. നമ്മുടെ ജീവൻ നശിച്ചു പോവുകയുള്ളൂ. അത് പ്രാരബ്ധങ്ങൾ ഏറ്റ് ഒരു വണ്ടിക്കാളയെ പോലെ വലിച്ച് അത് അവസാനം മരണത്തോടടുക്കും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. അപ്പോൾ ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൻ്റെ വേദനയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതിന് പരിഹാരമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ശരീരത്തിൻ്റെ വേദനയ്ക്ക് ഒരു ശാശ്വതമായ പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാനാവില്ല. അതുകൊണ്ടാണ് ബുദ്ധൻ ആ ഒരു ശാശ്വത പരിഹാരം തേടാതെ എന്നേക്കുമായ ഒരു പരിഹാരം നേടി അദ്ദേഹം ഈ ജീവനിൽ നിന്നും പുറത്തു കിടന്നത്. അത് വേറെ വിഷയം. അത് നമ്മുടെ ആത്മീയതയാണ്. അത് വേറൊരു കാര്യം. ഞാനതല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ഭൂമിയിൽ അറ്റ്ലീസ്റ്റ് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ശരീരത്തിൻ്റെ സുഖം ലഭിക്കാതെ നിങ്ങൾക്ക് മനസ്സിന് സുഖം ലഭിക്കില്ല.
മനസ്സിന് സുഖം ലഭിച്ചതുകൊണ്ട് ശരീരത്തിന് സുഖം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളൊരു ആഗ്രഹം നേടിയെന്ന് വിചാരിക്കുക. കഷ്ടപ്പെട്ട് നിങ്ങളൊരു ആഗ്രഹം നേടി, നിങ്ങൾ സന്തോഷവാനായി. പക്ഷേ ശരീരം രോഗത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലോ, ഈ സന്തോഷം കൊണ്ട് ശരീരത്തിന് രോഗമില്ലാതാകുന്നില്ല. അതേസമയം ശരീരത്തിന് രോഗമില്ലാതായാൽ മനസ്സിന് സന്തോഷം വരും. കണ്ടോ? ഇതാണ് എൻ്റെ വ്യത്യാസം. മനസ്സിൻ്റെ സന്തോഷം കൊണ്ട് ശരീരത്തിൻ്റെ വേദന പോകുന്നില്ല, ശരീരത്തിൻ്റെ രോഗം മാറുന്നില്ല. അപ്പോൾ ശരീരത്തിൻ്റെ വേദനയ്ക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ജീവിതത്തിൽ. അത് നമ്മളുടെ മക്കളുടേതായാലും സമൂഹത്തിൻ്റെതായാലും ആരുടേതായാലും ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വേദനയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷേ നമ്മളിന്ന് കാണുന്നത് അതല്ല. ശരീരത്തിൻ്റെ വേദനയ്ക്ക് നമ്മൾ തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അതല്ല. ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ റിയാലിറ്റി എന്താണെന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത്തരം ഒരു ഉദ്ദേശം വെച്ചിട്ടില്ല. അതിൻ്റെ റിയാലിറ്റി നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശരീരം പിന്നെ വേദനയുടെ മാധ്യമമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശരീരമാണ് ബോധത്തിലേക്ക് വേദനയെ ട്രാൻസ്ഫർ ചെയ്യുന്ന മീഡിയം എന്ന് നമുക്കറിയാം. ശരീരത്തിൻ്റെ വേദന എങ്ങനെ പരിഹരിക്കാം, താൽക്കാലികമായെങ്കിലും ഈ വേദന നമുക്ക് പരിഹരിച്ച് മരണം വരെ നമുക്ക് ജീവിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു റിക്വസ്റ്റാണ് ഞാൻ നിങ്ങളോട് നടത്തുന്നത്. എന്താണ് എൻ്റെ റിക്വസ്റ്റ്? അതായത് നമ്മൾ ഈ ശരീരത്തിൻ്റെ വേദനയെ 10 പൈസ ചെലവില്ലാത്ത അല്ലെങ്കിൽ പിന്നെ ഒരു രാസവസ്തു ഉപയോഗിച്ച് അതിൻ്റെ വേദനയെ ഇല്ലാതാക്കുന്ന ആ ഒരു മെത്തേഡിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്നേ പറ്റൂ. ഇത് ഞാൻ പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ഉടനെ പറയും, ലോകത്തിലുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് തൊഴിൽ നഷ്ടപ്പെടും. കാരണം അതിനും വേണ്ടും ഫാക്ടറികളാണ് മരുന്നുകൾ ഉണ്ടാക്കുന്നത്. ഒരാളുടെ തൊഴിലും നഷ്ടപ്പെടില്ല. അതിന് പകരം വേദനയെ ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്ത് ശരീരത്തിലേക്ക് ഒരു വിഷാംശമുള്ള ഒരു രാസവസ്തുവും കടക്കാതെ ശരീരത്തിൻ്റെ വേദനയെ എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കാനുള്ള കഴിവ് ആധുനിക ലോകത്തിനുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ പിന്നെ ചന്ദ്രനിലും ചൊവ്വയിലൊക്കെ പോയ മനുഷ്യർക്ക് തീർച്ചയായിട്ടും അതിനുള്ള കഴിവുണ്ട്. ടെക്നോളജി നമ്മൾ അത്രയും വലുതാക്കിയിരിക്കുന്നു. ടെക്നോളജി നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. പക്ഷേ വേദനയെ പരിഹരിക്കാനുള്ള ഒരു സൗകര്യം മാത്രം ഈ ടെക്നോളജികൾ കൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് അതൊരു കോൺസ്പിറസിയാണത്, അതൊരു ഗൂഢാലോചനയാണ്, അല്ലാണ്ട് അത് പറ്റാഞ്ഞിട്ടല്ല. കാരണം നമ്മൾ വേദനയെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ അതിൻ്റെ നിസ്സാരത മനസ്സിലാകും. ശരീരത്തിൻ്റെ നാഡീകോശങ്ങളെ ഒരു ഭൗതികമായ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം കൊണ്ടോ ഉണ്ടാക്കുന്ന ഒരുതരം വൈബ്രേഷനാണ് ബ്രെയിൻ വേദനയായി തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെയാണ് ശരീരത്തിലെ നാഡീകോശങ്ങളിൽ ഉണ്ടാകുന്ന ചില പ്രത്യേകതരം ഫ്രീക്വൻസികൾ, വൈബ്രേഷനുകൾ, തടവൽ, വളരെ സുഖകരമായ ശരീരത്തിന് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സുഖം, ഇതെല്ലാം മറ്റൊരു വൈബ്രേഷനാണ്. നാഡീകോശങ്ങളെ വേറെ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ. അല്ലെങ്കിൽ ഭോഗം, ഇതെല്ലാം നാഡീകോശങ്ങളെ മറ്റൊരു തരത്തിൽ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അത് സുഖമായി നമ്മൾ അനുഭവിക്കുന്നു. അതേസമയം പിന്നെ മുറിവിൽ അല്ലെങ്കിൽ ശരീരത്തിനകത്ത് പിന്നെ സൂക്ഷ്മാണുക്കൾ കടക്കുമ്പോൾ അവരുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വൈബ്രേഷൻസ് ശരീരം അതിനെ വേദനയായിട്ട് തിരിച്ചറിയുന്നു. ഇതാണ് വേദനയുടെ സിമ്പിൾ ഫോർമുല. വളരെ സിമ്പിളാണ് ഈ ഫോർമുല. നിങ്ങൾക്ക് ഈ ആധുനിക ലോകത്തുള്ള ഏത് മനുഷ്യനും ഇത് വെറുതെ കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ കാര്യം. അതിന് നമ്മൾ ഒരുപാട് കെമിക്കൽസാണ് ഉപയോഗിക്കുന്നത്. ഈ വേദനയൊക്കെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ആ രോഗം മാറാനൊക്കെ നമ്മൾ ഒരുപാട് കെമിക്കൽസ് ഉപയോഗിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, ട്യൂമർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെങ്കിൽ മെഡിക്കൽ സയൻസ് വേണം. തീർച്ചയായിട്ടും ആ ഭാഗങ്ങളൊക്കെ വളരെ ശരിയുമാണ്.
അതായത് മെഡിക്കൽ സയൻസിൻ്റെ ഓപ്പറേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളാണ്. അതൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതെല്ലാം നമ്മുടെ വേദനയെ കുറക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ആ ഗ്രോത്ത് ഒരു വേദന ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഗ്രോത്ത് അതൊന്ന് മുറിച്ച് മാറ്റിയേ പറ്റൂ. അല്ല ഒരു എല്ലൊടിഞ്ഞാൽ ആ എല്ല് യോജിപ്പിച്ചേ പറ്റൂ. അപ്പോൾ അതിന് നമ്മൾ അപ്പോൾ അത് വേദന ഉണ്ടാക്കും ആ എല്ലൊടിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളതെല്ലാം മാനേജ് ചെയ്യുന്നത്. ഞാൻ അതിനെയെല്ലാം പിന്നെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ മുന്നേറ്റം തന്നെയാണ്. പക്ഷേ വേദനകളിൽ നല്ലൊരു ശതമാനം വേദനകൾ നമുക്ക് ഈ മരുന്നുകൾ ഉപയോഗിക്കാതെ മാറ്റാമെന്ന ഒരഭിപ്രായമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു വൈബ്രേഷൻ കൊണ്ടാണ് വേദന ഉണ്ടാകുന്നതെങ്കിൽ രോഗാണുക്കളോ എന്തോ ആയിക്കോട്ടെ, അതുകൊണ്ടൊരു നാഡീകോശങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ കൊണ്ടാണ് വേദന ഉണ്ടാകുന്നതെങ്കിൽ മറ്റൊരു വൈബ്രേഷൻ കൊണ്ട് ഈ വൈബ്രേഷനെ ക്യാൻസൽ ചെയ്തുകൂടെ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും ഇത് പറ്റും. ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ശരീരത്തിൻ്റെ നാഡീകോശങ്ങളിൽ സംഭവിക്കുന്ന ഈ വൈബ്രേഷനുകൾ മറ്റൊരു എക്യുപ്മെൻ്റ് ഉപയോഗിച്ചിട്ട്, ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് തരംഗങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു. സൂക്ഷ്മ തരംഗങ്ങളെ നമ്മൾ ഒരുപാട് കണ്ടെത്തിയിരിക്കുന്നു. ഇൻഫ്രാറെഡ്, അൾട്രാസോണിക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ പറയുന്നത് ചെറുപ്പക്കാരായ എൻജിനീയേഴ്സ്, ടെക്നോളജിസ്റ്റുകൾ ഈ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിക്കണം. കാരണം മൾട്ടിനാഷണൽ കമ്പനികൾ ഒരിക്കലും ഇത്തരം ഒരു ഗവേഷണത്തിന് ഫണ്ട് നൽകില്ല. ഉറപ്പാണ് ആ കാര്യം. കാരണം ഇത് വളരെ നിസ്സാരമായി ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ചില ഗുളികകൾ അല്ലെ ചില മരുന്നുകൾ 10,000-കണക്കിനല്ല വില, അതിനേക്കാളൊക്കെ അപ്പുറമാണ്. ലക്ഷങ്ങൾ പോലും വിലയുള്ള മരുന്നുകൾ ഈ വേദനയ്ക്ക് വേണ്ടി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നിസ്സാര കാര്യമല്ലത്. അപ്പം അതുകൊണ്ട് ആ വേദനയെ മാറ്റാൻ, രോഗം മാറ്റാൻ മരുന്ന് കൊടുക്കുന്നത് പോലെ അല്ല, വേദനയെ നമുക്ക് ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും ചില ടെക്നോളജികൾ കൊണ്ട് സാധിക്കും. കാര്യം വേദനയെ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതൊരു വൈബ്രേഷനാണ്. നാഡീകോശങ്ങളൊരു വൈബ്രേഷനാണ് ഈ വേദന. അപ്പോൾ ആ വൈബ്രേഷനോ എതിരായിട്ട് വേറൊരു വൈബ്രേഷൻ കൊണ്ടുവന്ന് ആദ്യത്തെ വൈബ്രേഷനെ ക്യാൻസൽ ചെയ്താൽ തീർച്ചയായിട്ടും വേദനയ്ക്ക് ശമനമുണ്ടാകും. അതിലെനിക്ക് സംശയമേ ഇല്ല ആ കാര്യത്തിൽ. പക്ഷേ ഒരു ടെക്നോളജിസ്റ്റും ഒരു എഞ്ചിനീയറും അങ്ങനെ ഒരു മേഖലയിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടില്ല. 1980-കളിൽ എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ കോളേജിലൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പറയാതെ എനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല. നമ്പൂതിരിപ്പാട് എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എനിക്ക് അറിയില്ല. അദ്ദേഹം അവിടെ പിന്നെ എറണാകുളത്ത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ അദ്ദേഹം ഗ്രാര ET എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ മേധാവിയായിട്ട് അദ്ദേഹം അവിടെ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു. അങ്ങനെ ഞാൻ ആ കോഴ്സിന് ചേരുകയും പിന്നെ അത് ഞാൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തെ പരിചയപ്പെടുകയും ചെയ്തു. ഞാൻ പരിചയപ്പെടുത്തുന്നതിന് കുറേ നാൾ മുമ്പ് അദ്ദേഹം ഒരു എക്യുപ്മെൻ്റ് കണ്ടുപിടിച്ചതായിട്ട് പത്രങ്ങളിൽ വാർത്ത വന്നു. പെയിൻ കില്ലർ, അതായത് ഒരു ഇലക്ട്രോണിക് പെയിൻ കില്ലർ എന്നായിരുന്നു. ഒരു സൂട്ട് കേസിനകത്ത് എന്തൊക്കെയോ ഒരു മെഷീൻസ് എല്ലാം വെച്ചിട്ട് അത് പിന്നെ വേദനയുള്ള ഭാഗത്ത് 2 ഇലക്ട്രോഡുകൾ തൊട്ടാൽ പിന്നെ വേദന ഇല്ലാതാകുമെന്ന് ഉള്ള ഒരു കണ്ടെത്തലാണ് അദ്ദേഹം നടത്തിയത്. വളരെ ക്രൂഡായിട്ടുള്ളൊരു മെഷീൻ ആയിരുന്നിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അത് അന്ന് പിന്നെ എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ മാത്യു എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സഹായവും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തതെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. പത്രങ്ങളൊക്കെ അത് വലിയ വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് ഈ മെഷീൻ എങ്ങോട്ട് പോയി, ഇതിനെന്ത് സംഭവിച്ചു, എന്ന് പിന്നീട് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പലരോടും അന്വേഷിച്ചിട്ടുണ്ട് ഇതെന്താ പറ്റിയതെന്ന്. പക്ഷേ ആർക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരം എനിക്ക് നൽകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ അങ്ങനെ ഒരു ശ്രമം നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അത് 1980-കളിലാണെന്ന് ഓർമ്മിക്കണം. ഇന്നിപ്പോൾ 2025-ആണത്. അപ്പോൾ ടെക്നോളജികളും ഇലക്ട്രോണിക് കണ്ടുപിടുത്തങ്ങളൊക്കെ എത്രയോ പുരോഗമിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ പുരോഗമനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ വേദനയുടെ ഫ്രീക്വൻസിയെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഉപകരണം കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല.
അത് സാധിക്കും, 100% സാധിക്കും. ഈ ചെറുപ്പക്കാരായ ടെക്നോളജിസ്റ്റുകൾ, എഞ്ചിനീയേഴ്സ് അതിനുവേണ്ടി ശ്രമിക്കണം. കാരണം മനുഷ്യൻ്റെ വേദന അത്രയ്ക്ക് ഭീകരമാണ്. എനിക്ക് വേദനയില്ലെങ്കിൽ മറ്റുള്ളവൻ്റെ വേദന പുല്ലാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെയൊക്കെ മനോഭാവം. എനിക്ക് വേദന വരുമ്പോഴാണ് ഞാൻ എൻ്റെ വേദനയെക്കുറിച്ച് ഞാൻ ബോധവാനാകുന്നത്. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇതൊരു മനസ്സിൻ്റെ അസാധാരണമായ ഒരു കളിയാണത്. അതായത് മാനസികമായ ഒരു വിഷമമുള്ള കാര്യമാണെങ്കിൽ അത് എല്ലാവർക്കും മനസ്സിലാവും പെട്ടെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു കുടുംബം മാനസികമായി ഭയങ്കരമായി തകർന്ന, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആണെങ്കിൽ അതിന് സഹായം ചെയ്യാനും ഡൊണേറ്റ് ചെയ്യാനും ഒക്കെ ആളുകൾ റെഡിയാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഒരാൾ വേദന കൊണ്ട് പൊളയുമ്പോൾ ഇന്നിപ്പോൾ അതും കാശാക്കി മാറ്റുകയാണ്. രോഗികളുടെ പേരിൽ പിന്നെ പിരിവെടുത്ത് ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ പൈസ ഉണ്ടാക്കുന്നു. മനസ്സിലായില്ലേ? വലിയ വലിയ ഓപ്പറേഷൻ ഒക്കെ പറഞ്ഞ് ഹോസ്പിറ്റലുകാർ അങ്ങനെ പണം ഉണ്ടാക്കുന്നു. വളരെ ദയനീയമാണ്. ഇത് മഹാപാപമാണത്. ഒരു മനുഷ്യൻ്റെ വേദന വിറ്റ് കാശാക്കുന്ന ഒരു സമൂഹം പൈശാചികമാണ്. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് ഈ ഭൂമിയിൽ വിൽക്കാൻ ഒരുപാട് സംഗതികളുണ്ട്. അതൊക്കെ വിറ്റ് നമുക്ക് കാശാക്കാം. പക്ഷെ ഒരു മനുഷ്യൻ്റെ വേദന വിറ്റ്, അവൻ്റെ ശാരീരിക വേദന വിറ്റ് അതുകൊണ്ട് 1 രൂപയെങ്കിലും ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ, അവനൊരിക്കലും നല്ലൊരു ജീവിതം കിട്ടില്ല. അവന് ജീവിക്കാനാവില്ല ഈ ഭൂമിയിൽ. അവൻ എത്ര കോടീശ്വരനാണെങ്കിലും ശരി, ഒരാൾക്കും അങ്ങനെ ജീവിക്കാനാവില്ല. മനുഷ്യൻ്റെ വേദനയെ വിൽക്കാൻ പാടില്ല. അത് ദൈവീകമല്ലത്. നമ്മൾ ഘോരഘോരം പ്രസംഗിക്കും, ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് പ്രസംഗിക്കും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ പ്രസംഗിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. മനുഷ്യൻ്റെ വേദന വിറ്റ് ഒരു പൈസ പോലും നമ്മൾ സമ്പാദിക്കാൻ പാടില്ല. മനുഷ്യൻ്റെ വേദനയ്ക്കുള്ള എല്ലാ മരുന്നുകളും ഒരു സമൂഹത്തിൽ ഫ്രീ ആയിരിക്കണം. അതിനുവേണ്ടി സർക്കാർ എന്ത് ടാക്സ് കളക്ട് ചെയ്താലും കുഴപ്പമില്ല, അത് ന്യായീകരിക്കപ്പെടുന്നു. പക്ഷേ ഒരു മനുഷ്യൻ്റെ വേദന നമ്മൾ ഒരിക്കലും വിറ്റ് കാശാക്കരുത്. 5 രൂപയും 10 രൂപയും 100 രൂപയും വിലയുള്ള ചില പെയിൻ കില്ലേഴ്സ് 10,000-കൾക്കാണ് വിൽക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കപ്പെടാത്ത എന്ത് ന്യായീകരണം നിങ്ങൾ കൊണ്ടുവന്നാലും ശരി, നിങ്ങൾക്കിതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്പക്കാരായ പിന്നെ എഞ്ചിനീയേഴ്സിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ എല്ലാ കടമ്പകളും കടന്ന്, നിങ്ങൾ എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് മനുഷ്യൻ്റെ വേദനയെ ഇല്ലാതാക്കുന്ന ഒരു ഉപകരണം നിങ്ങൾ കണ്ടെത്തിയേ പറ്റൂ. ക്യാൻസർ ബാധിച്ച് വേദന കൊണ്ട് പൊളയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത്തരം ഒരു കണ്ടെത്തൽ ദൈവീകമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, വേദനയുടെ ഒരു പ്രത്യേകത എന്താണ്? നമുക്ക് വേദന ഉണ്ടെങ്കിൽ മാത്രമേ വേദനയെക്കുറിച്ചുള്ള ബോധം നമുക്ക് വരുള്ളൂ. വേറൊരാൾക്ക് വേദന വന്നാൽ നമ്മൾ വളരെ വളരെ ലാഘവത്തോടെ അതിനെ അവഗണിക്കും. കാര്യം നമുക്ക് വേദനയില്ല. എൻ്റെ വേദനയാണ് എനിക്ക് ഏറ്റവും വലുത്. അതേസമയം ദുഃഖം അങ്ങനെയല്ല. വേറൊരാളുടെ ദുഃഖം നമ്മളെ ബാധിക്കും, പക്ഷെ വേറൊരാളുടെ വേദന നമ്മളെ ബാധിക്കില്ല. അതാണ് ദുഃഖവും വേദനയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ റിക്വസ്റ്റ് ഇതാണ്, നിങ്ങൾ ഒരു വേദനയെ ഇല്ലാതാക്കുന്ന, അല്ലെ വേദനയെ കുറയ്ക്കുന്ന ഒരു വലിയ ചിലവില്ലാത്ത, അധികം പണം മുടക്കില്ലാത്ത ഒരു ഇലക്ട്രോണിക് ഉപകരണം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്ന് ആണ് എൻ്റെ പ്രത്യാശ. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആരെങ്കിലുമൊക്കെ ഒഴിഞ്ഞു വയ്ക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഈ സമൂഹത്തോട് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്മയായിരിക്കും. അതിനേക്കാൾ വലിയൊരു നന്മ ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. ഒരാളുടെ വേദനയെ കുറയ്ക്കുക എന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നന്മ. നിങ്ങൾ വേറെ എന്ത് ചെയ്താലും ഈ നന്മയ്ക്ക് തുല്യമാവില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുക എന്നതാണ് എൻ്റെ ഞാൻ ബോധശാസ്ത്രത്തിൽ എനിക്ക് ആകെ പറയാനുള്ള ഒരു റിക്വസ്റ്റ്. ഇതൊരു റിക്വസ്റ്റാണ്, മനസ്സിലായില്ലേ? നിങ്ങളത് കണ്ടെത്തണം. അങ്ങനെ ഈ മനുഷ്യരാശിയെ വേദനയിൽ നിന്നും കുറേയെങ്കിലുമൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയണം.